എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ചിക്കൻ സൂപ്പാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ലൊരു സൂപ്പ് റെസിപ്പിയാണ്. മഴക്കാലമൊക്കെയാണ് ഇനി വരുന്നത്. മഴക്കാലമൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പിൽ നല്ല ചൂടോടുകൂടി കുടിക്കാൻ പറ്റുന്ന നല്ല ഈസി ടേസ്റ്റി റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 250 ഗ്രാം ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് സൂപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. 4 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും. സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടി ചിക്കൻ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു വലിയ പാൻ എടുക്കാം. അത്യാവശ്യം കുഴിയുള്ള ഒരു പാൻ എടുക്കുന്നതാണ് നല്ലത്. ഇനി അതല്ല, നിങ്ങൾ കുക്കറിൽ വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കാം. 250 ml കപ്പിൽ 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം. അതിനുശേഷം ഒരു ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സ്ലൈസ് ചെയ്യാം, ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ 4 മുറിച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ഇടാവുന്നതാണ്. ഞാനിവിടെ സ്ലൈസ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ചെറിയ കഷ്ണം എടുക്കുന്ന സമയത്ത് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നാലാണ് ആ ഒരു ഫ്ലേവർ ആ വെള്ളത്തിലേക്ക് പിടിക്കുള്ളൂ. 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ആ ഒരു ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ബോണുണ്ട്, എല്ലും ഉണ്ട്, അതുപോലെ ഇറച്ചിയുണ്ട്. അങ്ങനെയുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു വെള്ളം നമ്മൾ ചിക്കൻ സ്റ്റോക്കായിട്ട് യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കുമ്പോഴേക്കും ചിക്കൻ നന്നായി വെന്തിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ആദ്യമേ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഏകദേശം ഒരു 5 കപ്പ് വെള്ളം ചേർത്തതെന്ന് കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ഈ ചിക്കൻ സ്റ്റോക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചതിന് ശേഷം ചിക്കൻ അതിൽ നിന്നൊന്നെടുത്ത് മാറ്റി വയ്ക്കാം. ഒരു ചെറിയ ബൗളിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കി മാറ്റി വയ്ക്കാം. നേരത്തെ ചിക്കൻ വേവിച്ച് സ്റ്റോക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് ആ ഒരു ഇഞ്ചിയുടെ കഷ്ണം എടുത്ത് മാറ്റിയിട്ടുണ്ട്. വെളുത്തുള്ളിയും സവാളയും ഒക്കെ അതേപടി വെച്ചിട്ടുണ്ട്. ഇതേ കൂടെയാണ് നമ്മൾ സ്റ്റോക്കായിട്ട് ചിക്കൻ സൂപ്പിലേക്ക് ഉപയോഗിക്കുന്നത്. മാറ്റി വെച്ച ചിക്കൻ ഒന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഷ്രെഡ് ചെയ്തിട്ട് എടുക്കുക. ചിക്കൻ ഇന്ന് ആ ഒരു ഇറച്ചി മാത്രം കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പിച്ചി എടുക്കാൻ പറ്റും. അത്രയ്ക്കും അത് നല്ല സോഫ്റ്റായി വെന്തിട്ടുണ്ടാവും. ഇറച്ചി മാത്രം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പിച്ചി എടുത്ത് മാറ്റി വയ്ക്കുക. അതിലുള്ള ആ ഒരു എല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ എടുത്ത് കളയാവുന്നതാണ്. സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു കടായി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴിയുള്ള ഒരു കടായി എടുക്കുക. കാരണം വെള്ളം ആയിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് കുഴിയുള്ളത് എടുക്കുന്നതാണ് നല്ലത്. അതിലേക്ക് 1 ടീസ്പൂൺ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിലും ചേർക്കാവുന്നതാണ്. ഒരു 5 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ക്യാരറ്റ് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ കഷ്ണം ക്യാബേജ് കൂടി നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ബോട്ടം പോർഷനാണ്, ഇത് വൈറ്റ് പോർഷനാണ്. ഇതിൻ്റെ മുകളിലേക്കുള്ള ഗ്രീൻ ഭാഗം നമ്മൾ സൂപ്പിൻ്റെ അവസാനത്തിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ചൈനീസ് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നത് പോലെ തന്നെ. വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക. കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സ്റ്റോക്കിൽ ഓൾറെഡി ഉപ്പുണ്ട്, അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സോയ സോസും ചേർക്കുന്നതുകൊണ്ട് അതനുസരിച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ക്രഷ് ചെയ്ത കുരുമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു സമയത്തെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക.
ഇന്ന് ഈ ഒരു സൂപ്പ് ഒരുപാട് സ്പൈസി ആയിട്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്തിട്ടുണ്ട്, റെഡ് ചില്ലി സോസാണ്. അതുപോലെ സോയ സോസ് ഡാർക്ക് സോസാണ് ചേർത്തിട്ടുള്ളത്, അതുകൊണ്ട് കുറച്ച് കളർ കൂടുതലായിരിക്കും. ലൈറ്റ് സോയ സോസും ചേർക്കാവുന്നതാണ്. ലൈറ്റ് സോയ സോസിന് കുറച്ച് ഫ്ലേവർ നന്നായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നേരത്തെ ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്തെടുക്കുക. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ എടുത്തു വെച്ച മുഴുവൻ ചിക്കൻ സ്റ്റോക്കും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കണം. മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് ആദ്യമേ ഒഴിക്കരുത്. കുറച്ച് ഒഴിച്ച് ഒരു സ്പാറ്റുല കൊണ്ട് ഇളക്കി ഒഴിച്ചു കൊടുക്കണം. മുട്ടയുടെ വെള്ള ചേർക്കും തോറും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് വെള്ളത്തിൽ 2.5 ടേബിൾ സ്പൂണാണ് കോൺഫ്ലോർ കലക്കിയിട്ടുള്ളത്. കട്ടകളൊന്നുമില്ലാതെ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ കൂടി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഏകദേശം ഒരു 1 മിനിറ്റ് താഴെ മാത്രം വെച്ചാൽ മതിയാവും, അത് റെഡി ആയിട്ടുണ്ടാവും. കോൺഫ്ലോർ മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് വയ്ക്കുക, പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. അതുകൊണ്ട് തന്നെ കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഒരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെയൊക്കെ മാത്രം വെച്ചാൽ മതി. അപ്പോഴേക്കും ഒരു സൂപ്പ് കൺസിസ്റ്റൻസിയിൽ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലമൊക്കെയാണ് വരുന്നത്, നല്ല തണുപ്പിലൊക്കെ സൂപ്പ് കുടിക്കാൻ ആഗ്രഹിക്കാത്തവർ കുറവായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അത്യാവശ്യം വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സൂപ്പ് എപ്പോഴും നല്ല ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യുക. അതുപോലെ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻ പോർഷൻ കൂടി ഇട്ടിട്ട് സെർവ് ചെയ്യുക കേട്ടോ. അതുപോലെ സ്പൈസി കുറച്ചുകൂടി വേണം എന്നുള്ളവർക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടി കൂടുതൽ ഇടാവുന്നതാണ്. കുരുമുളക് പൊടി ഇല്ലാതെ ആണെങ്കിലും ഇത് അത്യാവശ്യം സ്പൈസി ആണ്, റെഡ് ചില്ലി സോസ് ചേർത്തതുകൊണ്ട്. ഇനി കുറച്ചുകൂടിയൊക്കെ ഹോട്ട് ആൻഡ് സോർ വേണം എന്നുള്ളവർക്ക് റെഡ് ചില്ലി സോസിൻ്റെ അളവ് കൂട്ടാം, പെപ്പർ പൗഡറിൻ്റെ അളവും കൂട്ടാവുന്നതാണ്. അതുപോലെ എപ്പോഴും ചൂടോടുകൂടി സെർവ് ചെയ്യുക. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.